കുമ്പസാരം കഴിഞ്ഞ് തൊട്ടുടനെ ധ്യാനിക്കാൻ പറ്റുന്നൊരു വചനമുണ്ട്. 2 പത്രോസ് 2:22. എല്ലാം രണ്ടാ, ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. 2 പത്രോസ് 2:22. നായ ഛർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു, കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു എന്ന പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും അതായത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരിക്കലും നിങ്ങളെ ധ്യാനിപ്പിക്കാൻ ഒരിടത്തും അല്ല കേട്ടോ, ആരെയും ഞാൻ സാധാരണ ധ്യാനിപ്പിക്കാൻ പോകുന്നില്ല. കാരണം ഓരോ ക്ലാസ്സും കഴിയുന്തോറും മനസ്സിലാക്കുന്നൊരു സത്യമുണ്ട്, ഞാനും നിങ്ങളോടൊപ്പം ധ്യാനിച്ചുകൊണ്ടിരിക്കുക. കാരണം ഞാനും കുറവുകളുള്ളവനാണ്, നിങ്ങളും കുറവുകളുള്ളവരാ. ആണോ? കുറവുകളൊക്കെ ഉണ്ടോ? ഉണ്ട്. ഇപ്പം നമ്മളെല്ലാവരും കുറവുകളുള്ളവരാണ്, ബലഹീനതയുള്ളവരാണ്. അതുകൊണ്ട് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. വചനം നമ്മോട് പറയുക, നായ ഛർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു, കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു. നായയ്ക്ക് പന്നിക്ക് അത് ചെയ്യുന്നത് എന്താണെന്ന് അതിന് ബോധമില്ല. അതുകൊണ്ട് തന്നെ അത് പുറത്തിട്ടത് തന്നെ വീണ്ടും എടുക്കുന്നു. അതുപോലെ തന്നെ ചെളി കിടന്ന് ഉരുളുന്നതിന് കുളി കഴിഞ്ഞതാണ് അതിന് നോട്ടമില്ല. കാരണം അതിന് അത്രയും ബോധമുള്ളൂ. പക്ഷേ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ മഹനീയമാണ്. ആണോ? ദൈവം എല്ലാം സൃഷ്ടിച്ചെങ്കിൽ അതിലെല്ലാത്തിലും ഏറ്റവും നല്ലത് സൃഷ്ടിയുടെ മകുടം എന്ന പേരിൽ, ക്രൗൺ ഓഫ് ക്രിയേഷൻ, സൃഷ്ടിയുടെ മകുടം എന്ന പേരിൽ അറിയപ്പെടുന്നത് മനുഷ്യനാണ്.